ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഞാനിപ്പോൾ പുറത്ത് പോവാം, അതായത് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുട പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് എങ്ങനെയാവും എന്താവും അറിയില്ല, ബിക്കോസ് ഞാൻ പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ ഇത്തിരി ഇങ്ങനെ മടിയുള്ള ഒരു ടൈപ്പാണ്. അതിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. നോക്കട്ടെ, എന്തായാലും പറ്റുന്ന പോലെയൊക്കെ എടുത്ത് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് അന്ന് ഇവിടെ രാവിലെ എണീറ്റിട്ട് ഇവിടെ ടാബ് നോക്കിയിരിക്കുകയാണ്. അവൻ്റെ പണി ഇതാണ്. ഇത് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതെ, ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പോകുന്നത് ഓട്ടോറിക്ഷയിലുണ്ടോ, നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ചേട്ടനുണ്ട്, സത്യം എന്നാണ് പേര്. അപ്പോൾ ആളെ വിളിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പുറത്തേക്ക് പോകുക. അപ്പോൾ വിക്രമനും ഹസ്ബൻഡൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ പോവുക, ആളുടെ ഓട്ടോറിക്ഷയിലാണ് പോവാറ്. അപ്പോൾ ഇരിങ്ങാലക്കുട നമുക്ക് കുറച്ച് എന്താ പറയുക, എനിക്ക് അതിന് മുന്നേ കുറച്ച് ബാങ്കിലൊക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ പോയത്. ഓക്കെ, ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. നിങ്ങൾ വിചാരിക്കും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല, കുറച്ച് സാധനമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ 1-2 സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് മെയിനായിട്ട് ഞാൻ പോയത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ വീട്ടിലേക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ മാഗി. ഇവിടെ മാഗി കുട്ടികൾക്കൊക്കെ വേണം. പിന്നെ എന്താണ് മാക്രോണി വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് എന്താണ്, ഒരു കുഞ്ഞൊരു സിസർ വാങ്ങിച്ചു കേട്ടോ. അത് എനിക്ക് കിച്ചണിലൊക്കെ ആവശ്യമുണ്ട്. അവിടുത്തെ സിസറിൻ്റെ ഷാർപ്പ് അതൊക്കെ മൂർച്ചയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാനൊരു കുഞ്ഞ് സിസർ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഇതാണ്. ഇത് ഐസ് ക്യൂബ് ട്രേ ആണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഇവിടെ നല്ല സിലിക്കോൺ ടൈപ്പും ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് ടൈപ്പുമാണ്. നോക്കാം, സിസർ വെച്ചിട്ട് പൊട്ടിക്കാം. നമ്മൾ സിസർ പൊട്ടിക്കട്ടെ ആദ്യം. സിസർ വെച്ച് നമുക്ക് മുറിച്ചിട്ടുണ്ടോയെന്നറിയാമല്ലോ. ഇതാണ് മുറിച്ചുണ്ടാവാതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഐസ് ട്രേ. കണ്ടോ, ഇത് ഇവിടെ നല്ല ഒരു സിലിക്കോൺ ടൈപ്പും ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ, എനിക്ക് ഇത്തിരി വലിയ ക്യൂബ്സ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഐസ് ഇട്ടൊന്ന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിലപ്പോൾ ഇത്തിരി വലിപ്പമുള്ള ഐസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൻ്റെ ഒരെണ്ണമുണ്ട്, പക്ഷെ അത് കുഞ്ഞിതാണ്. അപ്പോൾ ഒരു ഇത് വാങ്ങിക്കണം. പിന്നെ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് അല്ല ആക്ച്വലി ഉദ്ദേശിച്ചത്, സിലിക്കോൺ ടൈപ്പ്, ഫുൾ സിലിക്കോൺ ടൈപ്പ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ കിട്ടുന്നില്ല, അത് ഓൺലൈനിൽ കിട്ടുള്ളൂ. പിന്നെ അതായത് പോയ സ്ഥിതിക്ക് ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങിച്ചു. ഇതാണ് ഐസ് ട്രേ. ഓക്കെ, ഐസ് ക്യൂബ്സ് ആക്കണം സംഭവം. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്താ വാങ്ങിച്ചത്, പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സംഭവമാണ്. ഇതെനിക്ക് ഇത് എൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്. ഞാൻ കാണിച്ചത് കുറച്ച് 2 ആഴ്ച മുന്നേ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും കൂടി വേണമെന്ന് തോന്നിയപ്പോൾ ഈ ഒരു കളർ ഓറഞ്ച് ഉണ്ട്, പിന്നെ വൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ റെഡ് വാങ്ങിച്ചു, ഒരു ഡിഫറെൻറ്റ് വേറൊരു കളർ ആയിക്കോട്ടെ എന്ന് എത്തിയിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ വേറൊരു കളർ വാങ്ങിച്ചത് ഇതാണ്. ഇതിൻ്റെ ബില്ലൊന്നും പോയിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 223 ആണ്. നല്ല രസമുണ്ട്. നമുക്ക് എന്തെങ്കിലും എഗ്ഗൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്യും, ഓംലെറ്റിനൊക്കെ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രസമാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒന്നും വേണം എന്നുള്ള ഇതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു കട്ടിംഗ് ബോർഡാണ്. എനിക്കിത് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വേണ്ടി കട്ടിങ് എന്തെങ്കിലും ഒക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നല്ലൊരു കട്ടിംഗ് ബോർഡ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു നാശായ പണിയായി. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചൊരു ഐക്കയുടെ ഒരു ഐക്കയുടെ ആണോ എനിക്ക് ഓർമ്മയില്ല, 2 ഷീറ്റ് പോലത്തെ ടൈപ്പ്. അത് നല്ലതാണ്, അതുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഒരെണ്ണം ഒരു എക്സ്ട്രാ കോട്ടൺ ടൈപ്പ്. ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല, ഇത് 180 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്
122 ആണ് കേട്ടോ ഈ ഐസ് ട്രേയുടെ വരുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു കവർ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉള്ളതല്ല വേറെ ഉണ്ട്, അത് ഇത്തിരി കുറച്ചുകൂടി ഹെവിയാണ്. ഞാൻ കാണിച്ചു തരാം. അത് മെയിനായിട്ട് ഈ ഒരു ബോക്സ്, വേറൊരു ബോക്സ് ഉണ്ട്, അത് അതിനേക്കാളും ഹെവിയാണ്. അത് ഞാൻ ഡിന്നർ പ്ലേറ്റ്സ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളുണ്ട്, ഒരു ബിഗ് ബൗൾ, ഒരു ബ്ലാക്ക് കളർ. നമുക്ക് ഭയങ്കര നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ബൗൾ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അത് നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ 2 മഗ് വാങ്ങിച്ചു. സോ ഞാൻ നോക്കട്ടെ ഇത് എങ്ങനെയാണെന്നതൊക്കെ. അപ്പോൾ മഗ്ഗിൻ്റെ പ്രൈസ് കൂടി പറഞ്ഞിട്ടുണ്ട്, 135 ആണ് ഒരു മഗ്ഗിൻ്റെ പ്രൈസ്. പിന്നെ ബൗളിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 880 ആണ്. കാണിച്ചു തരാം സാധനം. നല്ല പാക്കിംഗ് ആയിട്ട് ചെയ്തിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ചേച്ചി മഗ്ഗാണ് പാക്ക് ചെയ്തത്. മഗ്ഗാണ് അത്, നോർമൽ മഗ്ഗാണ്, ബിഗ് ടൈപ്പ് നോർമൽ മഗ്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കളർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ മഗ്സും ഈ പറഞ്ഞ പോലെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, സൈഡിൽ ലൈറ്റ് പിങ്ക്, ഇങ്ങനെ ഒരു ഷേപ്പ്, എനിക്ക് അങ്ങനത്തെ ടൈപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് പ്രിൻറ്റഡ് ആണെങ്കിൽ എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എന്നെ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ഇത് 2 വാങ്ങിച്ചു, സെയിം. എനിക്കും ആൾക്കും കുട്ടികൾക്ക് ഇത്ര വലിയ. അപ്പോൾ അത് വാങ്ങിച്ചു. ക്യൂട്ടാണ്, ബിഗ് ആണ് നമ്മുടെ വേറൊരു ഐറ്റം. ഇങ്ങനത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബൗളാണ്. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെടും. ഇതൊന്നുമില്ല. ബ്ലാക്ക് ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആണ്. ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തത്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇപ്പോൾ വേണ്ടിയിൽ ഒരുപാട് ബൗൾസ് ഉണ്ട്. എനിക്ക് ഈ പാത്രങ്ങളുടെ ഭയങ്കരമാണ്, എനിക്ക് ഭയങ്കര ക്രേസാണ് പാത്രങ്ങളോട്. ഭയങ്കര ക്യൂട്ട് സെറാമിക്സ് ഐറ്റംസ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ നല്ല സംഭവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മിസ്സാക്കാനില്ല. പക്ഷെ പരമാവധി ഞാൻ ട്രൈ ചെയ്യുന്നു വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് 880. നല്ല രസമല്ലേ, ഒരു അത്യാവശ്യം നമുക്ക് പാചകം ഇപ്പോൾ കുക്കിംഗ് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലേ. എന്തെങ്കിലും നമ്മൾ ബാറ്റർ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സിങ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന രസം. അതല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സെർവ് ചെയ്യാൻ നല്ല രസമുള്ളൊരു ബൗളല്ല കേട്ടോ. ഇവിടെ നല്ല ഗ്ലോസി ഫിനിഷാണ് ഈ ഒരു സ്പാനിഷ്. ഓക്കെ, സോ അപ്പോൾ ഇത് പറയുന്ന സംഭവം. പിന്നെ ഞാൻ വാങ്ങിച്ചതൊരു ഹെവി സംഭവമാണ്. അത് ഡിന്നർ പ്ലേറ്റ്സ് ആണ്, സെറാമിക്കിൻ്റെയാണ്. അപ്പോൾ അത് ഇത്തിരി കനമുണ്ട്. എന്നപ്പോൾ അത് ഒന്ന് എടുത്തിട്ട് കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് വെയിറ്റ് ചെയ്യാം. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഉള്ള പ്രോഡക്റ്റ് എന്താ, ഇതാണ് നല്ല വെയിറ്റുള്ള പ്രോഡക്റ്റാണ് ഡിന്നർ പ്ലേറ്റ്. ഓക്കെ, സോ ഞാനത് തുറന്ന് കാണിച്ചു തരാം. ഞാൻ 2 ചെറിയ പ്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ഡിന്നർ പ്ലേറ്റ് സെറാമിക്കിൻ്റെ വാങ്ങിക്കണമെന്നൊക്കെ ഒരുപാട് കുറേ നാളായി വിചാരിക്കണം. ഇതിൽ ഇല്ലാണ്ടല്ല കേട്ടോ, പക്ഷെ നമുക്ക് ചിലത് കാണുന്ന ക്രേസാണ്. പാത്രത്തിനോട് കൗണ്ടിൽ പോകുന്നത് കാരണം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ചെറിയ ടൈപ്പ് പ്ലേറ്റാണ്. പിന്നെ ഒരു 6 വലിയ പ്ലേറ്റ് വാങ്ങിച്ചു. ഈ ചെറിയ ടൈപ്പ് പ്ലേറ്റ് എങ്ങനത്തെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഈ മോഡലാണ്. ഇതല്ല സെയിം കേട്ടോ. ഒരു ബ്ലൂവും ഒരു പിങ്ക്, ഒരു ഓഫ് വൈറ്റ് പിങ്കാണ്, ഈ കളറാണ്.
വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഒരു 3 ഇതൊരു 3 ആയിട്ടൊരു നമ്മൾ 6 പ്ലേറ്റ് ഇങ്ങനത്തെ വാങ്ങിച്ചു. പിന്നെ വലിയ പ്ലേറ്റ് വാങ്ങിച്ചത് അതും ഈ സെയിം ഒരു ഏകദേശം ഈ കളറായിട്ട് തന്നെ വാങ്ങിച്ചത്, ബ്ലൂവും പിങ്കും ആയിട്ട് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് തന്നെ കാണാം. അപ്പോൾ പിങ്കും ഈ ഒരു സംഭവമാണ് ഞാൻ വാങ്ങിച്ചത്. പിങ്ക് ഉണ്ട്, ബ്ലൂ പിങ്ക്. ഓക്കെ, അത് 6 ഉണ്ട്. അപ്പോൾ 3 പിങ്ക് 3 ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ ആണ് വാങ്ങിച്ചത്. ഇനി നമ്മൾ മെയിൻ, അതായത് ഒരു വലിയ ടൈപ്പ് ഓഫ് പ്ലേറ്റ് അതാണ് വാങ്ങിച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല. ഇത് നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു പ്ലേറ്റ്, ഡിന്നർ പ്ലേറ്റ്. ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഒരു മാറ്റ്, ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്ലോസിനെസ് ഉണ്ടെങ്കിലും ചെറിയ ഒരു മാറ്റ്, അങ്ങനെ രണ്ടും കൂടി ഒരു കളർന്നൊരു ടൈപ്പ് ഓഫ് ഒരു മാറ്റ് ഫിനിഷ് എന്ന് പറയുവാണെങ്കിൽ അങ്ങനത്തെ. ഇതൊരു 3 വാങ്ങിച്ചു നമ്മൾ ഈ ഒരു പ്ലേറ്റ്. അപ്പോൾ അത് വാങ്ങിച്ചു. ഒരു പിങ്ക് കളർ. പിന്നത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ എടുത്തത്. അത് പാക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നത്തേത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് നല്ല ഗ്ലോസി, അത്ര മാറ്റല്ല, പക്ഷെ ഒരു ഗ്ലോസി ടൈപ്പാണ്. ഇതൊരു ഇതും 4 തോന്നുന്നു ഞാൻ വാങ്ങിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഷോപ്പിംഗ് സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സംഭവങ്ങൾ. ഇതൊക്കെ എടുത്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് ബാക്കി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഐറ്റംസുകൾ. കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഒരു 4 ബ്ലൂ പ്ലേറ്റും ഒരു 4 പിങ്ക് പ്ലേറ്റുമാണ് ഞാൻ വാങ്ങിച്ചത്. ആക്ച്വലി എൻ്റെ ഇന്നത്തെ കണക്ക് പറ്റി, കാരണം ഞാനൊരു 6 ഡസനാണ് വാങ്ങിച്ചത്. 4 കുഴപ്പമില്ല, ഞങ്ങളിവിടെ 4 പേരുണ്ട്. ഇത് അങ്ങനെ വാങ്ങിച്ചു. ഇനി നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ബിഗ് ബൗൾ വാങ്ങിച്ചു. അതിന് മാച്ചിങ് ആയിട്ട്, ഇതിന് മാച്ചിങ് ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു കുഞ്ഞി പ്ലേറ്റ്സ് വാങ്ങിച്ചു. ഇഷ്ടം അങ്ങനെ നല്ല ടൈപ്പ് ഓഫ് സംഭവങ്ങൾ. പിന്നെ നമ്മൾ 2 കപ്പ് വാങ്ങിച്ചു. ആൻഡ് ഇങ്ങനത്തെ ഒരു ബൗൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം, ഈ ഒരു ഇതും പിന്നെന്താ കട്ടിംഗ് ബോർഡൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ എനിക്ക് തോന്നുന്നു ലെങ്തായി കൂടിയും തോന്നുന്നുണ്ട്, ലെങ്ത് 3 ആയി തോന്നുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സിസർ, പിന്നെ ബാക്കി എന്താ പറയുക, മാക്രോണി ആൻഡ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞൊന്നും കരുതണ്ട, അത് ഞാൻ എപ്പോഴും പറയും.
പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ എഴുതുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയാം, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇതിൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ ഫാമിലി സൂപ്ര എന്നുള്ള ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയുക നന്ദി പറയാണ്. നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.